പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാമൃത പരമ്പരയിൽ നമ്മൾ കണ്ടത് അക്രൂരൻ ഭഗവാനെ സ്തുതിച്ചു. മധുരയിലേക്ക് പോകുന്ന വഴി കാളിന്തി നദിയിൽ ഇറങ്ങിയപ്പോൾ മർത്യർക്ക് ദുർലഭമായ വൈകുണ്ഠ ദർശനം ഭഗവാൻ കൊടുത്തു. അതിനെ തുടർന്നാണ് അക്രൂരൻ അത്യാശ്ചര്യകരമായ ഭഗവത് മാഹാത്മ്യങ്ങളെക്കുറിച്ച് സ്തുതിച്ചത്. 10-30 ശ്ലോകം അക്രൂരൻ്റെ സ്തുതിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. സർവേശ്വരാഹം ച ആത്മജ ആകാരധാരാർത്ഥസ്വജനാദിഷു ശരീരം, ഭാര്യ, പുത്രൻ, വീട് ഇപ്രകാരത്തിലുള്ള വിഷയവസ്തുക്കളെ ചിന്തിച്ച് ഭ്രമാമി സ്വപ്നകൽപ്പേഷു, സ്വപ്നതുല്യമായിട്ടുള്ള ഇന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഇല്ലാത്തതൊക്കെ. അതുകൊണ്ടാണ് ഈ സ്വപ്നതുല്യം എന്ന് പറഞ്ഞത്. സ്വപ്നതുല്യം അല്ലല്ലോ, അതൊക്കെ ഉള്ളതല്ലേ, എത്രത്തോളം ഉണ്ട്. എല്ലാ അനുഭവങ്ങളും താൽക്കാലികമാണ്. ഒരു അനുഭവങ്ങളും ജീവിതത്തിൽ സ്ഥിരതയില്ല. രാവിലെ കഴിച്ച ആഹാരം അതോടുകൂടി കഴിഞ്ഞില്ലേ, രാവിലെ പറഞ്ഞ വർത്തമാനം അതോടുകൂടി കഴിഞ്ഞില്ലേ, കഴിഞ്ഞാൽ ഏതെങ്കിലും നിമിഷം നമുക്ക് തിരിച്ചു വരുമോ? ഏതെങ്കിലും നിമിഷം. അപ്പം എല്ലാം കഴിഞ്ഞങ്ങനെ പോകുന്നു. റീവൈൻഡ് ചെയ്യാനോ റിവേഴ്സ് എടുക്കാനോ പറ്റാത്ത ഒരേ ഒരു സംഗതിയാണ് ജീവിതം. അതാണ് ഇവിടെ എന്ത് പറയുന്നത്, ഭ്രമാമി സ്വപ്നകൽപ്പേഷു എന്ന് പറഞ്ഞത്. സ്വപ്നതുല്യം കഴിഞ്ഞു എന്നുണ്ട്. അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഋഷികേശ, ഇന്ദ്രിയങ്ങളെ അടിമപ്പെടാത്ത ഭഗവാനെയാണ് നമ്മൾ ഋഷികേശ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിരിക്കുന്ന, അടിമപ്പെടാത്തതായിരിക്കുന്ന, വിധേയനല്ലാത്ത ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അതിന് ശേഷം കഥ പറയണം. സ്തുവതത്യ ഭഗവാൻ ദർശയിത്വാ ജലേ ബഭൂ ഊയസ്സമാഹരൽ കൃഷ്ണോ നടോ നാട്യമിവാത്മനാ. പറഞ്ഞു, ഇനി എന്നും എനിക്ക് കാണാൻ ബാക്കിയില്ലല്ലോ ഭഗവാനെ. എന്താണ് കണ്ടോ? വല്ല അത്ഭുതകരങ്ങളായിട്ടുള്ള കാഴ്ചകൾ കണ്ടോ എന്നാണ് ചോദിച്ചത്. അത്ഭുതാനീകയാവം ദീപൂമോ വിയദിവാചലെ, കരയിലോ വെള്ളത്തിലോ മറ്റോ എവിടെയായാലും കാണാലോ. അത്ഭുതകരമായ കാഴ്ച കണ്ടു അങ്ങ്. എന്താണ് രോമാഞ്ചത്തോടു കൂടി ഇരിക്കാൻ കാരണം, സ്ഥിതി ചെയ്യാൻ കാരണം? സർവേശ്വര, കാണേണ്ടതെല്ലാം അങ്ങ് എനിക്ക് കാണിച്ചു തന്നു. ഒരു ജീവിതത്തിലൊരു മനുഷ്യൻ എന്താണോ കാണേണ്ടത്, എന്താ കാണേണ്ടത്? ഈശ്വരഭാവം, വൈകുണ്ഠം. ആ അനുഭവമാണ് ഒരു ജീവിതമായി ഉണ്ടാവേണ്ടത്. വേറൊരു 100,000 അനുഭവം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, യാതൊരു കാര്യമില്ല. സ്വപ്നകൽപ്പേഷു ഒക്കെ സ്വപ്നതുല്യ. അല്ലാത്തത് എന്തുണ്ട്? ഈശ്വരാനുഭവം. അത് സ്വപ്നതുല്യമല്ല, അത് മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ. സർവേശ്വര, അതൊക്കെ അങ്ങനെക്ക് കാണിച്ചു തന്നില്ലേ? പിന്നെ എന്തിനാണ് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത്? വെള്ളത്തിന് തണുപ്പുണ്ടോ, വേറൊന്നാണോ എന്നൊക്കെ. എല്ലാം അങ്ങേക്ക് അറിയാത്തത്. ഈ ലോകത്തിൽ വല്ലതും ഉണ്ടോ അങ്ങേക്ക് അറിയാത്തതായിട്ട്? കൃഷ്ണാമധുരയിലേക്ക് പോവല്ലേ എന്നെങ്ങനെ ചോദിച്ച് അതിഭക്തിയോട് കൂടിയിട്ട് ബലരാമനും അക്രൂരനും ഭഗവാനും തേരിൽ കയറി മധുരയിലേക്കുള്ള യാത്ര തുടർന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ദൂരത്ത് തന്നെ മധുര കണ്ടു. കുറേ ശ്ലോകങ്ങളൊക്കെ മധുരയെ വർണ്ണിക്കുകയാണ്. വർണ്ണന തുടങ്ങിയ ഈ കാവ്യത്തിലൊക്കെ അങ്ങനെയാണല്ലോ. ദദർശതാം സ്ഫടിക തുംഗപുരദ്ധാരാം മൃഗേമകപാടതോരണാം താമ്രാരകോഷ്ടം പരിഘാതുരാസദാത് ഉദ്യാനരമ്യോപവനോപശോഭിതാം. ആദ്യത്തെ ശ്ലോകത്തിൽ പറയണ സ്ഫടിക തുംഗഗോപുരദ്വാരാം. നല്ല സ്വർണത്തിൻ്റെ പാടികം എന്ന് പറഞ്ഞാൽ സ്ഫടികമാണ് കേട്ടോ. സ്ഫടികത്തിൻ്റെ തുങ്ക ഉയരത്തിലുള്ളതായ താഴികക്കുടങ്ങളുള്ളതായ അതും, പിന്നെയോ ബൃഹത് ഹേമ കപാടതോരണം, സ്വർണം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതായ ആർച്ചുകൾ, കമാനങ്ങൾ, കവാടങ്ങൾ, ഓരോ ദിക്കിൽ കടക്കാനുള്ള പ്രധാന ആർച്ചുകളൊക്കെ ഉണ്ട് എന്നാണ് കംസൻ പണിയിപ്പിച്ച തൻ്റെ മധുരകേമാണ് എന്ന് എല്ലാവരും അറിയാനായിക്കൊണ്ട് താമ്രാരകോട്ടാം പരിഗാതുരാസദാം. ചെമ്പിൻ്റെ പലക അടിക്കൽ പണ്ടുണ്ട്, അമ്പലത്തിലൊക്കെ കണ്ടില്ലേ ചെമ്പ് പലക അടിച്ച ശ്രീകോവിൽ. അപ്പോൾ കുറച്ചൊക്കെയുള്ള രീതിയിലാണൊക്കെ ചെമ്പാണ് അടിക്കുക.
കുറേയും കൂടി കേമാണെന്ന് വെച്ചാൽ സ്വർണം കൊണ്ട്. എന്തായാലും ഓട് പോലത്തെ കൃത്രിമ പദാർത്ഥങ്ങളല്ല, വിശിഷ്ടങ്ങളായ കൊട്ടാരോ ക്ഷേത്രമോ അതുപോലെയുള്ളതിലൊക്കെ ഉണ്ടായ ലോഹമാണ്. അല്ലെങ്കിൽ ചെമ്പാവും സ്വർണ്ണാവും. ചുമ്പുടി കേമാച്ച സ്വർണ്ണമായി എന്ന് മാത്രം. ഇവിടെ കുറേയൊക്കെ സ്വർണം കൊണ്ടുമുണ്ട്, കുറേയൊക്കെ താമ്രം എന്ന് പറഞ്ഞാൽ ചെമ്പ് കൊണ്ടുമുണ്ട്. അതുകൊണ്ടൊക്കെ പൊതിഞ്ഞ താമ്രാരകോഷ്ടം പരിഘാതുരാസതാം, എല്ലാവർക്കും ശത്രുക്കൾക്കും അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത വിധം തടവൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? നല്ല കിടങ്ങുകളിൽ വെള്ളം ഉണ്ടാവും, അത് ചാടി കിടക്കാൻ പറ്റില്ല. കിടങ്ങുകൾ ടിപ്പുവിൻ്റെ കോട്ടയിലൊക്കെ കിടങ്ങ് കണ്ടിട്ടില്ലേ? നല്ല അപ്പം കിടങ്ങ് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറക്കാർക്ക് അറിയാനില്ല എന്താ കിടങ്ങ്, കിഴങ്ങാണോ എന്നൊക്കെ വിചാരിക്കും ഇല്ലേ. അപ്പം അതുകൊണ്ട് പറയാന്നില്ല, നല്ല ആഴമുള്ള കിടങ്ങ് ശത്രുക്കൾക്ക് ചാടി കിടക്കാൻ പറ്റില്ല. വേണ്ടവർക്ക് കിടക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ ഉള്ളവർക്ക് കിടക്കാൻ പറ്റാത്ത വിധം ആഴമുള്ള കിടങ്ങുകളും അതിലൊക്കെ വെള്ളം ഉണ്ടാവും. എങ്ങനെ കിടക്കുക? അപ്പം ലങ്കയിലൊക്കെ വർണ്ണിച്ചിട്ടില്ലേ കിടങ്ങ്, അതേപോലത്തെ ഇവിടെ പരിഘാതുരാസതാം. ദുരാസത എന്ന് പറഞ്ഞാൽ പ്രവേശിക്കാൻ വിഷമമുള്ളത്, അതാണ് ദുരാസതാം. ഉദ്യാനരമ്യോപവനോപശോഭിതാം, മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങൾ, ഉപവനങ്ങൾ, ഇതുകൊണ്ട് ശോഭിക്കപ്പെട്ടതായിരിക്കുന്ന മധുര രാമകൃഷ്ണന്മാർ ദൂരത്തുനിന്ന് അങ്ങനെ വീക്ഷിച്ചു. ദൂരത്തുനിന്ന് തന്നെ കണ്ടു എന്നർത്ഥം. തേരിലിറങ്ങിയിട്ടേ എന്നെ പറയണ സൗവർണ ശൃംഗാടകർമ്മ നിൽക്കുടേ ശ്രേണീസഭാഭിർഭവനേ രൂപസ്കൃതാം. സ്വർണത്തിൻ്റെ താഴികക്കുടങ്ങളുള്ളതായ ആ കെട്ടിടങ്ങളും ഉണ്ട്. വൈഡൂര്യ വജ്ര അമല നീല വിദ്രുമേർ മുക്താകരി ബൽബലഭീഷു വേദിഷു. മനോഹരമായിരിക്കുന്ന വൈഡൂര്യം, വജ്രം, ഇന്ദ്രനീലം മുതലായിട്ടതൊക്കെ പതിച്ച ചുമരോട് കൂടിയിട്ടുള്ള കെട്ടിടങ്ങളും ഉണ്ട്. സ്വർണം കൊണ്ട് മേഞ്ഞതുണ്ട്, ചെമ്പ് കൊണ്ട് മേഞ്ഞതുണ്ട്, സ്ഫടികത്തിൻ്റെ താഴികക്കുടമുണ്ട്. പിന്നെയോ ചുമരുകളെ വർണ്ണിച്ചു. അതൊക്കെ എങ്ങനെയാത്രേ? ഇന്ദ്രനീലം കൊണ്ട് പതിച്ചത്. അതേപോലെ തന്നെ സ്വർണം, അതുപോലെ രത്നം, വൈഡൂര്യം, ഇതുകൊണ്ടൊക്കെ പതിച്ച ചുമരുകൾ അത്ര ചിലവുള്ളതായിരിക്കണം, അത്ര ഭംഗിയുള്ളതും വിലപിടിച്ചതുമാണ്. അത്തരം ചുമരുകളോടുകൂടിയ വിലപിടിച്ചതും രമ്യങ്ങളുമായ കെട്ടിടങ്ങൾ രാമകൃഷ്ണന്മാർ ദൂരത്തുനിന്ന് കണ്ടു, അത്ഭുതപ്പെട്ടു അല്ലേ. നഗരം ആദ്യം കാണാണ്. ഇതുവരെ കാട്ടുകൂടിയും വൃന്ദാവനത്തെ കൂടി പശുവിനെ മേച്ചിട്ടല്ലേ ഇവർ കണ്ടിട്ടുള്ളൂ. ഭഗവാൻ അറിയാത്തൊന്നുമില്ല, പക്ഷെ ഇപ്പം കണ്ടിട്ടുള്ളൂ. ബാലഭാവത്തിൽ ഇപ്പം അതേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതം ഉണ്ടാവും. അതാണ് ജുട്ടേഷു ജാലാമുഖരന്ധ്ര കുട്ടിമേഷു ഹവിട്ടപാരാവതബർഹിനാദിതാം സംസിക്തരത്യാപണമാർഗചത്വരാം പ്രകീർണമാല്യാങ്കുര ലാജതണ്ടുലാം. മനോഹരമായിട്ടുള്ള പക്ഷികളുടെ ശബ്ദങ്ങൾ, അതുപോലെ തന്നെ ബർഹിനാദിതാൻ, അതായത് മയിലുകളുടെ കൂജനങ്ങൾ അതുണ്ട്. പിന്നെ റോഡൊക്കെ വളരെ നന്നാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണ നേതാക്കളുടെ കാര്യം കഷ്ടം അല്ലേ. എനിക്ക് സഞ്ചരിക്കാൻ പോകാൻ പറ്റില്ല. പ്രസവിക്കുന്നവരൊക്കെ വണ്ടി പോകുമ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും പ്രസവം കഴിയും. അങ്ങനെയാണ് കേരളത്തിലത്തെ റോഡുകളെ. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ. കംസൻ ദുഷ്ടനാണെങ്കിലും ആ കടമ നിർവഹിച്ചിട്ട്, അതാണ് സംസിക്തരത്യാപണമാർഗചത്വരാം. വെടുപ്പാക്കി നേരാക്കി ലെവലായിട്ടുള്ള റോഡുകളാണ് മധുരയിൽ കംസൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. രാജാവിൻ്റെ കടമയാണ്, അല്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്ത് ഇരിക്കരുത് അല്ലേ. നേരം വിളിച്ചാൽ എല്ലാവർക്കും വേണ്ട കാര്യമാണ് സഞ്ചാരം. അതിങ്ങനെ ചാടിയിട്ടും കുടുങ്ങിയിട്ടും വേറെ ദിക്കിലൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരുടെ ആരോഗ്യത്തിനും പ്രശ്നമാണ് അല്ലേ. നമ്മൾ വിചാരിക്കില്ലേ ബസ് ഓടിക്കുന്നവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച്, നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോഴേക്കും ഈ റോഡും വെച്ചിട്ട് എങ്ങനെ കഴിച്ചിട്ട് അവർ 5-6 ട്രിപ്പ് ഈ ബസ്സിൽ പോണവരുടെ സ്ഥിതി. അപ്പോൾ റോഡ് നേരെയാക്കുക, പാലം കെട്ടുക, സഞ്ചാരം സുഗമമാക്കുക. ഇതൊരു ഭരണാധികാരിക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ സംസിക്തരത്യാപണമാർഗചത്വരാം പ്രകീർണമാല്യാങ്കുരലാജതണ്ടുലാം ആപൂർണ കുംഭേർദതിചന്ദനോക്ഷിതൈ പ്രസൂന ദീപാവലിഭിർസപല്ലവേ. പിന്നെ ഇന്നത്തെ പോലെ എല്ലാ വീട്ടിലും എത്തിക്കാൻ തക്കോണുള്ള മിൽമ സംവിധാനം പണ്ടില്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നിന്ന് മിൽമ പാക്കറ്റായിട്ട് വീട്ടിൽ എല്ലാ ദിക്കിലൊന്നും വരില്ല. ചില സെൻറ്ററിലായിട്ട് തുടങ്ങി, പിന്നെ അതിങ്ങനെ വർദ്ധിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഡയറി ഷോപ്പുകളാണ് അവിടെ സൂക്ഷിക്കാനുള്ള സംവിധാനം ഇല്ലേ. വെണ്ണ, തൈര്, പാല്, ഇതൊക്കെ ഡയറി ഷോപ്പുകളുണ്ടാവും. അതിൽ നിന്നാണ് വാങ്ങുക. പഴയ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ ഡയറി ഷോപ്പൊന്നും വേണ്ട, കാരണം ഒക്കെ വീട്ടിലുണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടായതുകൊണ്ട്. അതാണ് ആപൂർണ കുംഭേർ, ദതി, തൈര്, ചന്ദനം മുതലായിട്ടതൊക്കെ നിറച്ച് വെച്ച. ഈ ചന്ദനം എന്നൊക്കെ പറഞ്ഞാൽ പൂജാകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ കൂടി ഒരുമിച്ച് അധികം ഉണ്ടാകും. ഇപ്പോഴത്തെ അങ്ങനെ തന്നെയല്ലേ. ഡയറിയിൽ
മോരും തൈരും ഉണ്ടാവും, ചന്ദനവും പൂജാദ്രവ്യങ്ങളും ഒക്കെ കൂടി ഉണ്ടാവും പലപ്പോഴും. അപ്പോൾ അതൊക്കെ നിറച്ച് വെച്ച കുടങ്ങളോട് കൂടിയ കടകൾ, വിൽപ്പന കേന്ദ്രങ്ങൾ രാമകൃഷ്ണന്മാർ കണ്ടു. സവൃന്ദരംഭ ക്രമകേസകേതുബി, ധാരാളം കവുങ്ങുകൾ, തെങ്ങുകൾ, അല്ലേ, നല്ല തളിരുകളോട് കൂടിയിട്ടതായ വൃക്ഷങ്ങൾ എല്ലാം രാമകൃഷ്ണന്മാർ നോക്കിക്കണ്ടു. എന്തൊക്കെയാണ് നോക്കിക്കണ്ടത്? അതിങ്ങനെ വേറെ വേറെ വർണ്ണിക്കുക. അത് ഈ വർണ്ണനയിൽ പുരാണത്തിലൊക്കെ ഒരു രസമാണ്. ചിലതും ഇങ്ങനെ പറയുക, സ്വലങ്കൃത ദ്വാരഗൃഹാംസ പട്ടികൈ, നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടതായിരിക്കുന്ന ഭവനങ്ങൾ, വീടുകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. കുരുത്തോലയുണ്ടും അതുകൊണ്ടും എന്തുകൊണ്ടൊക്കെ. ഇവിടെ പറയണ താം സംപ്രവിട്ടോ വസുദേവനന്ദനോ മൃദോഭയ നരദേവപത്മനോ ദിട്ടും സമീയൊത്തൊരിതാപുരത്രിയോ അർമ്യാണി ചെയ്വാരുരുകുർ നൃപോത്സുക. ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ള കാര്യങ്ങളാട്ടോ ഇപ്പോൾ പറഞ്ഞേ. ഈ രാമകൃഷ്ണന്മാർ വന്നപ്പോൾ ചില കാര്യങ്ങളുണ്ടായി, അത് മുമ്പുണ്ടായിട്ടില്ല. ഇപ്പം ഉണ്ടായത് എന്താ? കൃഷ്ണരാമന്മാർ വന്നു എന്ന് കേട്ടപ്പോൾ അതാ വയസ്സിയർ, തൻ്റെ തുല്യപ്രായത്തിലുള്ളവരെ നമ്മൾ വയസ്യൻ എന്ന് പറയും. വയസ്സായവരല്ല കേട്ടോ വയസ്യൻ. വയസ്യൻ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാർ. മറ്റത് വയസ്സൻ വേറെ, വയസ്യൻ വേറെ. തുല്യപ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, വയസ്സായവരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരും രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ട് എന്നങ്ങനെ കേട്ടു. ഒരു നോക്ക് കാണാൻ ഹർമ്യാണി ചെയ്വാരുരുകുർ നൃപോത്സുക. ഓരോരോ കെട്ടിടത്തിൻ്റെ പുറത്ത് ഹൈറ്റ് ഉയരമുള്ള സ്ഥലത്ത് കയറി നിന്ന് രാമകൃഷ്ണന്മാരെ കാണണം. ഇതിനാ കയറി നിൽക്കണം, നിലത്ത് നിന്ന് കണ്ടാൽ പോരെ? നിലത്ത് നിന്നാലൊന്നും കാണില്ല, കാരണം അവിടെയൊക്കെ ജനം നിറഞ്ഞു കഴിഞ്ഞിരിക്കണു. അതെന്ന് മനസ്സിലാക്കാം. അവിടുത്തെ തിരക്ക് എത്ര ആൾ കൂടിയിട്ടുണ്ട്, അല്ലേ? ആൾക്കാരുണ്ട് വെച്ചാൽ നിലത്ത് നിന്ന് കണ്ടാൽ പോരെ, ആൾക്കാരില്ല വെച്ചാൽ. അപ്പോൾ അത്രയും ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് എന്തുണ്ടായത്? ഉയരമുള്ള സ്ഥലത്ത് കയറി വരേണ്ടത്. അപ്പം അതുകൊണ്ട് നമുക്ക് തിരക്ക് നല്ലോണം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല കുറേ ആളുണ്ടെന്ന്. ആരുരുഹുർ കയറി, അല്ലേ? അവരെ കാണാനുള്ള ഔത്സുക്യം കൊണ്ട് ഉയരമുള്ള പ്രദേശങ്ങളിലും കെട്ടിടത്തിൻ്റെ പുറത്തും മതിലിൻ്റെ പുറത്തും. ഇപ്പോൾ രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ട്. ഈ കണ്ട ആൾക്കാർ പറഞ്ഞു കേട്ടപ്പോൾ പുതിയ ആൾക്കാർക്ക് കൂടുതലും കാണണം തോന്നി. ഈ വർണ്ണനയുണ്ടാണല്ലോ, അല്ലേ? സിനിമയൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാലാ അന്ന് കണ്ടളെ നമുക്ക് തോന്നുന്നത്. പലക്ക് ഈ കണ്ടത് പറയുമ്പോഴാണല്ലോ നമുക്ക് പോകണം തോന്നുക. രാമകൃഷ്ണന്മാരെ കാണേണ്ട മട്ടാണ് കേട്ടോ, ഒരിക്കൽ കണ്ടാൽ പിന്നെയും കാണണം തോന്നും. ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ പുതിയ ആൾക്കാരും കാണാത്തവരും എല്ലാവരും ആബാലവൃദ്ധം ജനങ്ങൾ, പ്രായമൊന്നുമില്ല അവിടെ, കുട്ടികളാവട്ടെ, തുല്യ പ്രായമുള്ളവരാവട്ടെ, പ്രായമായിട്ടുള്ളവരാവട്ടെ, പുറപ്പെട്ടു. സ്ത്രീകൾക്ക് ഈ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമെടുക്കും. അഥവാ ധൃതി പിടിച്ചാൽ അതിൽ ചില ബന്ധങ്ങളും പറ്റും. അതാണ് സ്ത്രീകളും എല്ലാം പുറപ്പെട്ടോട്ടെ. ഒരു അരമണിക്കൂർ മുമ്പേ പറയണം. 1 മണിക്ക് പോകേണ്ട വെച്ചാൽ ഞങ്ങൾ 12:30 ഇറങ്ങിട്ടോ എന്ന് പറയണം എന്നാണ്. അത് നമ്മുടെ തെറ്റ്, അവരെ കുറ്റം പറ്റുകയല്ല. അത് എല്ലാ സ്ത്രീകളും കുറച്ച് ഈ വസ്ത്രാഭരണങ്ങളിൽ ഭ്രമം ഉണ്ടാവും. നമ്മളെപ്പോലെ ഒരു ഷർട്ട് എടുത്തിട്ടാൽ പോരാ. അത് അവരുടെ സഹജ സ്വഭാവമാണ്. അപ്പോൾ അറിവുള്ളവർ എന്ത് ചെയ്യും? അരമണിക്കൂർ മുമ്പേ സമയം പറയും, എന്നാലേ അവർക്ക് ആവുള്ളൂ. അപ്പം ഇവിടെ ആ പുറപ്പെടേണ്ട താമസത്തിൽ ധൃതി പിടിച്ചപ്പോൾ എന്ത് പറ്റി? കാച്ചിത്യപര്യതൃതവസ്ത്രഭൂഷണ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ധൃതി പിടിച്ചാലേ വസ്ത്രങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ഇടുക. ഗോപസ്ത്രീകൾ കൃഷ്ണനെ കാണാൻ മുമ്പിലും ഇതുണ്ടായി, മുമ്പിലേക്ക് ഇടേണ്ടത് പിന്നിലേക്ക് ഇടുക, ബാക്ക് ഓപ്പനും സൈഡ് ഓപ്പനും ഒക്കെ ഉണ്ടായി എന്നാണ്, അല്ലേ? അന്ന് മുതൽക്ക് അത്ര ഈ ഫാഷനൊക്കെ നിലവിൽ വേണ്ടതല്ലേ. പിന്നാപ്പുറത്തേക്ക് തുറക്കലുണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പം അതൊക്കെ ഉണ്ടോ? ശരിയാ. പിന്നിപ്പുറത്തേക്ക് തുറക്കുക, മുമ്പിപ്പുറത്തേക്ക് തുറക്കുക, വിപര്യതൃത വസ്ത്രഭൂഷണ. ഒരു ചെവിയിൽ മാത്രം ആഭരണം അണിയുക, അല്ലേ? അരയിൽ കെട്ടേണ്ടത് കഴുത്തിൽ കെട്ടുക, കഴുത്തിൽ കെട്ടേണ്ടത് അരയിൽ കെട്ടുക. ഭഗവാനെ കാണുമ്പോൾ ഏത് ആൾക്കും ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അല്ലേ അത്ഭുതമുള്ളൂ പരീക്ഷത്തെ. കാരണം ഈ ശരീരത്തിനെ മറക്കാനല്ലേ ഈശ്വരൻ. ശരീരമായിട്ട് ബന്ധമുള്ള ആളല്ലല്ലോ ഈ വരുന്നത്, ആണോ? എല്ലാ ശരീരാന്ദ്രിയങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണ ആത്മാവിനെ കാണുമ്പോൾ ആ കാണാനുള്ള ത്വരയിൽ പിന്നെ എന്ത് ദേഹത്തിനെ നമ്മൾ ഓർക്കുക? കൃഷ്ണൻ എന്ന് പറഞ്ഞ ശരീരത്തെ ഓർക്കാറുണ്ടോ? എല്ലാം മറന്ന് ഇവർ കൃതൈക പത്രശ്രവണൈക നൂപുര, ഒരു ചെവിയിൽ മാത്രം ആഭരണം അണിഞ്ഞിട്ട് ഒക്കെ തിരിച്ചാമറിച്ചിട്ടുകൊണ്ട് ആ ഭഗവാനെ കാണാൻ ത്വപരാച്ചലോചനം. ഒരു കണ്ണിൽ മാത്രം അഞ്ജന എഴുതിയിട്ട് ചിലർ 2 കണ്ണിലും എഴുതേണ്ടതാണ്, ഒരു കണ്ണിൽ എഴുതാൻ വിട്ടു. അഷ്ടന്ത ഏകാത്തഥപാർച്ചരോത്സവ അഭ്യച്ചമാന അകൃതോപമച്ചന. ചില ആൾക്കാർ കുളിയുടെ ഇടയിൽ കയറിയിട്ട് തോർത്തി പോയവരുണ്ട്. കുളി മുഴുവനായിട്ടൊന്നുമില്ല, അത് പിന്നെ വന്നു വെച്ചു. പിന്നെയോ എണ്ണപ്പാത്രവും കയ്യിൽ പിടിച്ചിട്ടാണ് ചില ആൾക്കാർ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴേക്കും രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ട്. എണ്ണ പിന്നെ തേക്കാമെന്ന് കരുതി ആ കയ്യിൽ വന്ന് വെച്ചിട്ടുമില്ല, എണ്ണപ്പാത്രം കൈ പിടിച്ചും കൊണ്ടാണ് കൃഷ്ണനെ കാണാൻ വരുന്നത്. സ്വപന്ധ്യ ഉത്ഥായ നിശമ്യ നിസ്വനം
കുട്ടികളെ ഉറക്കുകയായിരുന്നു ചില ആൾക്കാർ. അവരെന്ത് ചെയ്തു? കുട്ടികളെ ഉറങ്ങില്ല, അവരെ എടുത്ത് മുകളിലിട്ടിട്ടാണ് പോവുക. ഇത് ഉറങ്ങാൻ നിന്നാൽ രാമകൃഷ്ണന്മാരെ കാണലുണ്ടാവില്ല എന്നും പറഞ്ഞ് സ്വപന്ധ്യവും തായ നിശമ്യ നിസ്വനം ഉറങ്ങണ കുട്ടികളെ ഉണർത്തി. എന്നിട്ടോ കുട്ടികളെ തോളിലിട്ടിട്ടതാ ഭഗവാനെ കാണാനായിട്ട് അങ്ങനെ ഓടുകയാണ്. എന്നിട്ടോ ജഹാരമത്തത്തിരതേന്ദ്ര വിക്രമോദ ശാന്തത ശീരമണാത്മനോത്സവം എന്നിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ എന്താ അവരുടെ പ്രതീതി? ദുഷ്ട്വാമുകുശ്രുതമനുതൃതചേതസസ്തം തൽപ്രേക്ഷണോസ്മിത സുതോഷണലബ്ധമാന. വെറുതെ അല്ല കേട്ടോ ഇവരെ വിവരിച്ചത്. ഈ പറഞ്ഞതെല്ലാം 100% സത്യമാണ്. ചില ആൾക്കാർക്ക് തോന്നി പറഞ്ഞത് സത്യമല്ല. ഇപ്പം എന്താ ഇങ്ങനെ ഇപ്പം പറഞ്ഞ സത്യമാണോ പറയുക? കുറച്ച് കഴിഞ്ഞിട്ട് സത്യം അല്ല എന്ന് തോന്നുക. എന്താ കാരണം അറിയോ? അവരുടെ വാക്കുകളിൽ വർണ്ണിച്ചപ്പെട്ടതൊക്കെ പോരാന്ന്. അവരുടെ വാക്കുകൊണ്ട് കൃഷ്ണരാമന്മാരെ വർണ്ണിച്ചത് എവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ട് അത് സത്യമല്ല. അയ്യേ എങ്ങനെ കൃഷ്ണരാമനെ വർണ്ണിക്കുക എന്ന് തോന്നിയിട്ടില്ല. ആ വർണ്ണയുടെ അടുത്തൊന്നും നിൽക്കണതല്ല അവരുടെ സൗന്ദര്യവും തേജസ്സെന്ന്. അപ്പോൾ ചിലർക്ക് തോന്നി പറഞ്ഞത് വെറുതെ ഇല്ല കേട്ടോ രാമകൃഷ്ണന്മാരെ കാണുന്നുണ്ട്. ചിലർ പറഞ്ഞു ആ വാക്കുകളൊന്നും പോരടോ, ഈ കൃഷ്ണരാമന്മാരെ ആ വാക്കുകൊണ്ട് വർണ്ണിച്ചാൽ അപ്പോൾ എവിടെയെങ്കിലും എത്തുമോ? ഇങ്ങനെയുള്ള ആശ്ചര്യകരമായിട്ടുള്ള ചില എന്താ പറയുക അഭിപ്രായ പ്രകടനങ്ങൾ, മനസ്സിലുള്ള തോന്നലിൽ കമൻസ് മനസ്സിൽ തോന്നിയിട്ട് നോക്കിയിട്ടും കണ്ടിട്ടും മതി വരണില്ല. രാമകൃഷ്ണന്മാരെ കണ്ടാൽ കണ്ണവിടുന്ന് എടുക്കാൻ തോന്നണ്ടേ? പ്രാസാദശിഖരാരൂഢ പ്രീത്തിൽ ബുല്ലമുഖാംബുജ. ഭാഗവതം പറയുമ്പോൾ ശ്ലോകമായിട്ട് പറയണം തോന്നും ഇങ്ങനെ പറയുമ്പോൾ അല്ലേ? വേഗത്തിൽ പറഞ്ഞു നോക്കുക. അപ്പോൾ അതിന് അതിൻ്റെ ഒരു രസമുണ്ട്. എങ്ങനെയായാലും അതിൻ്റെ സുഖം അല്ലേ? ഇതൊക്കെ നമുക്ക് കേൾക്കുന്നത് ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി പറയാൻ പറ്റുമോ സപ്താഹത്തിൽ? അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭംഗിയൊന്ന് നോക്കൂ. അപ്പോൾ ചിലപ്പോൾ ഒക്കെ അങ്ങനെയും വേണ്ടേ? അതാണ് പ്രാസാദശിഖരാരൂഢ പ്രീത്തിൽ ബുല്ലമുഖാംബുജ. ഓരോന്നിങ്ങനെ എടുത്ത് പറയുമ്പോൾ തോന്നും ആ ശ്ലോകത്തിനാണ് ഭംഗി കൂടുതൽ. ഈ ശ്ലോകമാണ് ശരിക്കും പറയേണ്ടത്, അതുമല്ല കേട്ടോ, അപ്പുറത്തെ ശ്ലോകമാണ് കൂടുതൽ പറയേണ്ടത്. അതാണ് ഭാഗവതത്തിൻ്റെ ആ ഒരു ഭംഗി. പ്രീത്തിൽ ബുല്ലമുഖാംബുജ, വിടർന്ന താമരപ്പൂ പോലെയുള്ള മുഖത്തോടു കൂടി സ്ത്രീകൾ അവരെ കണ്ടു. എന്നിട്ടോ അഭ്യവർഷൻ സൗപനശ്രീ പ്രമദാബലകേശവോ, നല്ല പുഷ്പങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. താമരയോ റോസ് പന്നീര് മുതലായിട്ടതൊക്കെ കൊണ്ട് ഭഗവാന്റെ മേലേക്ക് ഇങ്ങനെ അർച്ചിക്കുകയാണ്. അതിന് കിട്ടുന്ന അവസരം പാഴാക്കാൻ പറ്റുമോ? പനിനീര് വീശി ചില ആൾക്കാരൊക്കെ നല്ല നല്ല മംഗളപദാർത്ഥങ്ങൾ കൃഷ്ണരാമന്മാർ വിജയിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് മംഗളപദാർത്ഥങ്ങൾ മലര് അവില് പുഷ്പം മുതലായിട്ടതൊക്കെ രാമകൃഷ്ണന്മാരുടെ നേരെ ഉദ്ദേശിച്ച് അർച്ചിക്കുക. യാ ഹേതാവനുപശ്യന്തി നരലോകമഹോത്സവോ, മനുഷ്യന്മാരുടെ കണ്ണിന് ഉത്സവം എന്താ എന്നൊരാൾ ചോദിച്ചാൽ ഉറക്കത്തിലും പറയാൻ രാമകൃഷ്ണന്മാരാണ് കണ്ണിൻ്റെ ഉത്സവം. ഇതുപോലെ ഒന്നിന് തുല്യം വേറൊന്നുണ്ടെങ്കിലല്ലേ കൃഷ്ണൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കണ എത്ര കവിതകൾ, എത്ര ശ്ലോകങ്ങൾ, എന്തൊക്കെ നമുക്കുണ്ടായി. ഒരു ചിത്രം എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിരുന്നു വള്ളത്തോൾ. കൃഷ്ണൻ്റെ ചിത്രം കണ്ടിട്ട് ഇങ്ങനെ എഴുതിയത്. അതിൽ പറയും അമ്മയ്ക്കു മാത്രമല്ലാർക്കുമേ ചെന്നേടു തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ. കണ്ടവർക്കൊക്കെ ആ കുട്ടിയും വയ്ക്കാൻ തോന്നിയിരുന്നു, അമ്മയ്ക്ക് മാത്രമല്ല എന്നാണ് അല്ലേ? ആ വലിയൊരു ചിത്രമാണ്. ഒരു ചിത്രം എന്നും പറഞ്ഞിട്ട് ഈതു കൺകോരാൻ കുഞ്ഞീത തൻകുഞ്ഞി കയ്യിൽ ചേറിയ പാൽപാത്രവുമായി പയ്യനെ കലേക്കാറന്നീടും അമ്മതൻ മെയ്യൻ വലം വശം ചാരി നിൽപ്പൂ. അതിൽ കുറേ ശ്ലോകങ്ങൾ ഭഗവാന്റെ അടിമുടി വർണ്ണിക്കുന്നുണ്ട്. പീലികൾ വെച്ചു മേൽപോട്ടാക്കി കെട്ടിയ നീലിമ കൊലുന്ന കൂന്തലിന്മേൽ. പണ്ടൊക്കെ വീട്ടിലെ കുട്ടികളെ അവർക്ക് അങ്ങനത്തെ പാട്ടൊക്കെ പാടുക. അതിലും ഭഗവാനാണ്. ആലോചിച്ച് നോക്കുക ആ ഒരു കാലം. അപ്പം അത്രയും കണ്ട് മതി വരാത്തതായിരിക്കുന്ന ആ രാമകൃഷ്ണന്മാരെ ഏത് വാക്കുകൊണ്ട് വർണ്ണിക്കണം, ഏത് കണ്ണുകൊണ്ട് കാണണം, എങ്ങനെ കാണണം, ഇതൊന്നും അവർക്ക് അന്തം കിട്ടിയില്ല. കണ്ടിട്ടും അവരെല്ലാം മറന്നു. ശരീരത്തെ മറന്നു, വീടിനെ മറന്നു. പല ആൾക്കാരും രാമകൃഷ്ണന്മാർ ജയിക്കട്ടെ, രാമകൃഷ്ണന്മാർ വന്നിട്ട് നമ്മുടെ ഭാഗ്യം അല്ല മധുരയുടെ ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ തലയിലൊരു കെട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. ചോദിച്ചു താൻ ആരാ ചോദിച്ചു ഭഗവാൻ. ആരാന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവന് ദേഷ്യം വന്നു. ഇതിപ്പോൾ കംസൻ്റെ വേണ്ടപ്പെട്ട ആളോട് താൻ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുക, ബഹുമാനത്തോട് കൂടിയിട്ട് യജമാനെ എന്നൊക്കെ വിളിക്കണം എന്നൊക്കെ അപ്പോൾ അവൻ്റെ ഭാവം. അലക്കുകാരനാണ്, ഇത്രയേ ഉള്ളൂ. കംസന് വസ്ത്രങ്ങൾ അലക്കി കൊടുക്കണം, അവന് പോലും വലിയ ഭാവമാണ്.
അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ കംസൻ്റെ മഹാരാജാവിൻ്റെ അലക്കുകാരനാണ്, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? രാമകൃഷ്ണന്മാരൊന്ന് മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അതേ ഞങ്ങളുടെ ഈ വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ കുറേ ദൂരം സഞ്ചരിച്ചിട്ട് വരിക, അതിന്ന് ചില മഞ്ഞപ്പട്ടൊക്കെ കിട്ടിയാൽ എനിക്ക് വേണ്ടാന്നില്ല, ഏട്ടന് നീലപ്പെട്ട് കിട്ടിയാൽ അതൊക്കെ ഒന്ന് മാറ്റിയാലോ എന്നിങ്ങനെ ചിന്തിച്ചു. ഇത്രയേ ഉള്ളൂ. വസ്ത്രങ്ങൾ കണ്ടപ്പോഴേ ദേഷ്യം വന്നു ആ രചകന്. ചോദിച്ചു, കസ്തേദാർഷ്യതി രാജകീയ വസനം, രാജാവിനുള്ള വസ്ത്രങ്ങൾ ചോദിക്കേ. അയ്യേ നിത്യം ഗിരിവനേചര, ഈ കാട്ടിലും മലയിലും നടക്കണ കാശുവിനെ മേച്ച് നടക്കണ പിള്ളേരായ നിങ്ങൾക്ക് രാജാവിൻ്റെ വസ്ത്രം വേണമല്ലേ? സ്ഥലമായിട്ടുണ്ട്. ഈ മാതിരി ചോദ്യമൊക്കെ ഇവിടെ ചോദിച്ചാണ്ടല്ലോ കഴുത്തിൽ തല ഉണ്ടാവില്ല, അത് ഓർത്തോളൂ എന്നായി രചകൻ്റെ അഹങ്കാരേ. വസ്ത്രം ചോദിച്ചത് പിടിച്ചില്ല അവനെ. ഭഗവാൻ ഒന്ന് നോക്കിയേട്ടാ അവനെ ശരിയാക്കല്ലേ ചോദിച്ചു. പിന്നെ എന്താ കൃഷ്ണ ചോദിക്കാനുള്ളത്? ഒറ്റ അടിയെ കൊടുത്തു തലയിലേക്ക്. അതോടുകൂടി അവൻ്റെ തല വീണു. കാരണം ഈ തല വെച്ചിട്ട് ഇവൻ നേരെയായിട്ടില്ല, അവൻ അലക്കിയിട്ട് രാജാവും നേരായിട്ടില്ല, അവനും നേരെയായിട്ടില്ല. എന്നാൽ ഇനി ഒരു അലക്കാം, നല്ലൊരു അലക്കാണ്ട് അലക്കി തലയിലേക്ക്. അതോടുകൂടിയിട്ട് അവൻ്റെ കഴുത്താട് വീണു, മുക്തി കിട്ടി. പക്ഷഭേദമൊന്നുമില്ല, മനുഷ്യനാര് തൻ്റെ കൈകൊണ്ട് ഹനിക്കപ്പെട്ടാലും മുക്തിയാണ്. മഞ്ഞപ്പെട്ടെടുത്തിട്ട് താനെടുത്തു, നീലപ്പെട്ടെടുത്തിട്ട് ബലരാമൻ എടുത്തു. കുട്ടികളോടൊക്കെ പറഞ്ഞു, ഏത് പട്ട വേണ്ട, ഏത് വസ്ത്രം വേണ്ട ഒക്കെ എടുത്തോളൂ, എൻ്റെ അമ്മാവൻ്റെയാണ്. അമ്മാവൻ്റെ മരുമകന് അവകാശപ്പെട്ടതാണല്ലോ ഒരു തരത്തിൽ നോക്കുമ്പോൾ പണ്ടൊക്കെ വരുമ്പോൾ തയം. ഇപ്പം ഏതായാലും വസ്ത്രം ഓഹരി വയ്ക്കൽ നമുക്കാണ്ട് കഴിക്കുക, ഇനി ബാക്കിയല്ലേ ഓഹരി വയ്ക്കാനുള്ളൂ എന്നങ്ങനെ പറഞ്ഞ് അവിടുന്ന് അങ്ങനെ പോവുകയാണ്. എന്നിട്ടോ ഈ വസ്ത്രം തുന്നി ഉപജീവനം നടത്തണ ഒരാളുണ്ട്. ഇവൻ വലിയ കൃഷ്ണഭക്തനാണ്. ഓരോ ദിവസവും ഇങ്ങനെ കൃഷ്ണനെ ഒരു ഉടുപ്പ് തുന്നിയിട്ടേ ബാക്കി എന്തും തുന്നുള്ളൂ. അവിടെ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട്. ആ കൃഷ്ണവിഗ്രഹത്തിന് ഇങ്ങനെ ചാർത്തും അവൻ. അത് നോക്കിയിട്ട് ഇങ്ങനെ ആനന്ദിക്കുക. തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആനന്ദിക്കില്ലേ. ചില പൂജക്കാരൊക്കെ ഉണ്ട്, ഈ മാലയൊക്കെ ചാർത്തി ഒന്ന് സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് അതൊന്നിങ്ങനെ ആസ്വദിക്കും. ഇല്ലേ, ഒന്ന് ഇടത്തുനിന്ന് നോക്കി ഒന്ന് വലത്തുനിന്ന് നോക്കി ആ മാല ചാർത്തി നേരിയിട്ടുണ്ടോ. ഒരു ഭാഗ്യമാണ് കേട്ടോ അത്. കാരണം ഭഗവാന്റെ അലങ്കാരം കണ്ടിട്ട് ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ, ഇവൻ ആ വസ്ത്രം എന്നും കൃഷ്ണന് ചാർത്തപ്പോൾ ചിന്തിക്കത്രേ, ശരിക്കുള്ള കൃഷ്ണന് ഇതിപ്പോൾ വിഗ്രഹമാണല്ലോ, ചാർത്താൻ എന്നെങ്കിലും തനിക്ക് സാധിക്കുമോ? എത്ര ഭാഗ്യം ഉണ്ടാവും. ഈ വിഗ്രഹത്തിൽ ചാർത്തുമ്പോൾ എത്ര സുഖം ഉണ്ടാച്ചാൽ യഥാർത്ഥ കൃഷ്ണന് ചാർത്തുമ്പോൾ എത്ര സുഖം ഉണ്ടാവണം. അപ്പം തന്നെ വിചാരിക്കും, ഞാൻ എന്ത് അത്യാഗ്രഹം ഈ പറയണം, ഭഗവാനിന് വസ്ത്രം ചാർത്താനുള്ള ഭാഗ്യം അതൊന്നും തനിക്ക് ഉണ്ടാവില്ല. വേണ്ട, അടുത്ത ജന്മെങ്കിലും സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആഗ്രഹിക്കണത്. ഇത് ഭഗവാൻ അറിയാം. എന്നും ഭക്തിയോട് കൂടിയിട്ട് തൻ്റെ വിഗ്രഹത്തിൽ വസ്ത്രം ചാർത്തുന്ന അവന് ഒരു ദിവസം ശരിക്കുള്ള തൻ്റെ ശരീരത്തിൽ വസ്ത്രം അണിയിക്കാനുള്ള ഭാഗ്യം കൊടുക്കുക ഭഗവാൻ തീരുമാനിച്ചാൽ എന്ത് നടക്കുമില്ലേ? എത്ര വിഷമമുണ്ടോ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കാൻ. ഇതൊക്കെ സാധിക്കാത്ത കാര്യങ്ങളാണ് ശരിക്കും. വേഗം ഒരു ദിവസം വസ്ത്രം വിഗ്രഹത്തിൽ ചാർത്തുമ്പോൾ ആ വിഗ്രഹം ഇങ്ങനെ ഇളകണു. ഇതെന്തൊരു അത്ഭുതമാണ് താൻ കാണുന്നത്. ഈശ്വര, എനിക്ക് തോന്നുകയാണോ സ്വപ്നമാണോ? അത് യഥാർത്ഥ ഭഗവാൻ അവിടെ പോയി നിന്നതുകൊണ്ടാണ് കൈയും കാലും ഒക്കെ ഇളകുന്നത്. ചാർത്തിക്കോളൂ, വേഗം ചാർത്തു. ആംഗ്യം കാണിക്കുന്നുണ്ട്, പറയണമൊന്നുമില്ല, ചാർത്തു. അന്തം വിട്ടു ആ തുന്നക്കാരൻ. വേഗം കൃഷ്ണൻ തന്നെയാണ്. ഈശ്വര, താൻ എന്താണ് ഈ കാണുന്നത്? തൻ്റെ ജന്മം സഫലമായി, ഇനി ജീവിച്ചില്ലെങ്കിലും വിരോധമില്ല, ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, എല്ലാം ഈ ജന്മത്തിൽ നേടേണ്ടത് നേടി എന്ന തോന്നലോട് കൂടിയിട്ട് ആ വസ്ത്രം ഭഗവാനെ അങ്ങോട്ട് അണിയിച്ചു. അത് ഭഗവാൻ തന്നെയാണ് എന്ന് ഉറപ്പ് കൊടുക്കണമല്ലോ. സ്വപ്നം കണ്ടതോ തൻ്റെ ഭ്രമമല്ല, എന്താ തനിക്ക് വരം വേണ്ടത്? അപ്പോൾ ഉറപ്പായി ഇത് ശരിക്കും തോന്നല്ല, സത്യം തന്നെയാണ്. കൃഷ്ണ എന്നും വയ്യാണ്ടാവണവരെ കൃഷ്ണൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വസ്ത്രം തുന്നി ചാർത്തിയാൽ മതി, എനിക്ക് വേറെ എന്താ വേണ്ടത്? നശ്വരങ്ങളായിട്ടുള്ള ഈ ധനങ്ങളോ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എന്തിനാ? അതൊക്കെ എന്ത് സംതൃപ്തിയാണ് അതെന്നൊക്കെ കിട്ടാൻ പോണത്? ഒന്നും വേണ്ട, എന്നും വസ്ത്രങ്ങൾ ചാർത്തി കൃഷ്ണനെ ചാർത്താനുള്ള അനുഗ്രഹം എനിക്ക് ഉണ്ടായാൽ മതി എന്നങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് ഭഗവാൻ മുക്തിയേക്കാൾ വലിയ ഭക്തി അവന് കൊടുത്തു. മുക്തിക്കും സിദ്ധിക്കൊന്നും ഈ ഭക്തിക്കുള്ള ഗുണമില്ല, അതാ പറയണത്. അപ്പോൾ ഏറ്റവും വലിയ സിദ്ധിയേക്കാൾ വലിയ ഭക്തി ആ തുന്നൽക്കാരനും തയ്യൽക്കാരനും ഭഗവാൻ കൊടുത്തു. അതേപോലെ തന്നെയാണ് കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ വേറൊരാളും കൂടിയും ഇതേപോലെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. അതാരാണത്? മാല കെട്ടിയിട്ട് ഉപജീവനം നടത്തുക. അമ്പലത്തിലേക്കോ അവിടേക്കോ വേണ്ടവർക്കൊക്കെ ഈ മാല കെട്ടി കൊടുക്കുക.
മാലയൊക്കെ കെട്ടി ഭഗവാന് ചാർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. നമ്മുടെ കൈകൊണ്ട് കെട്ടിയിട്ടുള്ള മാലയല്ലേ ഭഗവാന് ചാർത്തിയ. ചില ആൾക്കാരൊക്കെ മാലയൊക്കെ കൊടുന്ന് കെട്ടി തിരുമേനി ഇതൊന്നും ഇങ്ങനെ ചാർത്തി കണ്ടാൽ വിരോധമില്ല എന്നുണ്ട്, ഇട്ട് വേണം എനിക്കൊന്നാണ് പോവാൻ. അതൊരു വലിയ സംതൃപ്തിയല്ലേ. നമ്മൾ കുറച്ച് ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് ഇതൊക്കെ കുറച്ച് പഠിക്കേണ്ടതാണെന്ന് ചിലരൊക്കെ കാട്ടുമ്പോൾ നമുക്കിങ്ങനെ തോന്നും. മാല കെട്ടി ഭഗവാന് ചാർത്തുക, ഭഗവതിക്ക് ചാർത്തുക. ഇവനും എന്നും കൃഷ്ണ വിഗ്രഹത്തിൽ ചാർത്തുമ്പോൾ ശരിക്കില്ല കൃഷ്ണന് ചാർത്തിയാൽ എത്ര നന്നായിരുന്നു. അപ്പം അവൻ്റെ ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നേരെ അവൻ്റെ മുമ്പിൽ പോയി നിന്നു. ആ മാല സ്വീകരിച്ചു. അവനും ഒട്ടും വിശ്വാസമായില്ലത് സത്യമാണോ താൻ കാണുന്നത്. എന്താ തനിക്ക് വരം വേണ്ട കൃഷ്ണ, എനിക്ക് വയ്യാണ്ട് എണ്ണ വരെ മാല കെട്ടിയിട്ട് കൃഷ്ണ ചാർത്തണം, എനിക്ക് വേറൊന്നും വേണ്ട, ആരോഗ്യം ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥിച്ചതേ. വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല, ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ കുളിച്ച് മാല കെട്ടാൻ പറ്റൂ. അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പറഞ്ഞാൽ നല്ലോണം മനസ്സിലാവും. കുളിക്കാനും മാല കെട്ടാനും എനിക്ക് എല്ലാ കാലത്തും പറ്റണം കൃഷ്ണ, കിടക്കരുത്. അങ്ങനെ വന്നാൽ പിന്നെ ഇവിടുന്ന് പോവുക ഭേദം. എന്നും കൃഷ്ണ മാല ചാർത്താനുള്ള അനുഗ്രഹം എനിക്ക് തന്നാൽ മതി. അവനും യഥാർത്ഥ ഭക്തി ചോദിച്ച ആളാണ്. രണ്ട് ഭക്തന്മാരെ നമുക്ക് കുറച്ച് ഭക്തന്മാരെ മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റൂ. ഇപ്പം കംസവധമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് ഭക്തന്മാരിതാ, യാതൊന്നും കൃഷ്ണനിൽ നിന്ന് ആഗ്രഹമില്ല. അതന്നെ ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനോടുള്ള വസ്തുക്കളൊക്കെ നശ്വരാണെന്നും അതിന് നമുക്ക് തരാൻ ഒരു സന്തോഷത്തും ഉണ്ടാവില്ല അതിൽ നിന്നെന്നും ഉറച്ചാൽ അവൻ ഭക്തനാണെന്ന് തീരുമാനിക്കും. ഭക്തിയുടെ ഒരു അളവുകോല് എന്ന് പറഞ്ഞാൽ തന്നെ അതാ, ഇതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് കഥ കാണിക്കുന്നത് നമുക്ക് വിധിച്ച പ്രവൃത്തിയിൽ കൂടെ ഈശ്വരനെ സേവിക്കുക. എന്തോ ആയിക്കോട്ടെ, എന്ത് പ്രവൃത്തിയാണെങ്കിലും ഒരു പ്രവൃത്തി വലുത് ചെറുത് അതില്ല. ഭാഗവതം അങ്ങനെ പറയാം. തൊഴിലിൻ്റെ ഡിഗ്നിറ്റി മഹത്വമൊക്കെ എന്നോ ഭാഗവതം പറയണു. ജില്ലാ കലക്ടറായാലോ ഭരണാധികാരിയായാലോ MLA ആയാലോ MP ആയാലോ ജീവിതം കേമായുള്ളൂ എന്ന് വല്ലതും ഉണ്ടോ എവിടെയെങ്കിലും? അത് തെറ്റാണ്. ഒരു മാല കെട്ടി ജീവിക്കുന്ന ആളായാലും വേണ്ടില്ല, വണ്ടി ഓടിക്കുന്ന ആളായാലും വേണ്ടില്ല, എന്ത് കട നടത്തുന്ന ആളായാലും വേണ്ടില്ല, ചെരുപ്പ് കുത്തി ജീവിക്കുന്ന ആളായാലും വേണ്ടില്ല, തനിക്ക് വിധിച്ച പ്രവൃത്തിയിൽ കൂടെ അത് ഈശ്വര പൂജയായിട്ട് മാറ്റുക. ആരെയും മനസ്സ് വേദനിപ്പിച്ചിട്ട് 10 പൈസ സമ്പാദിക്കേണ്ട. ആരുടെയും മനസ്സ് വേദനിപ്പിച്ച് തനിക്ക് സമ്പാദ്യം വേണ്ട. പണിയെടുത്തിട്ട് ആരുടെയും മനസ്സ് വേദനിക്കാതെ കിട്ടുന്ന സമ്പാദ്യം മതി എന്നുള്ള ഭാവം, തൻ്റെ പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക എന്ന ഒരു തത്വമാണ് ഇതിൽ കൂടെ നമ്മൾ കണ്ടത്. അതിനുശേഷം മധുരയിലേക്ക് അങ്ങോട്ട് കടന്നു. കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോൾ 3 വളവുള്ള ഒരു സ്ത്രീയെ കണ്ടു. നീ ആരാണ്? ഞാൻ കംസന് ഈ കുറിക്കൂട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ത്രീയാണ്. എൻ്റെ ജോലി അതാണ്, അതിന് കിട്ട പ്രതിഫലമായിട്ട് ഞാൻ ജീവിക്കണു. കർത്തൂരി മഞ്ഞൾ മുതലായിട്ട് ഗംഭീരമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഇപ്പോൾ പക്ഷേ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളെ ഈ കുറിക്കൂട്ടൊന്ന് അണിയിക്കട്ടെ എന്ന് എനിക്ക് തോന്നുകയാണ്. അത് വാസ്തവത്തിൽ നിങ്ങൾക്കാണോ വേണ്ടത്? കംസന് ഇപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ വെച്ചാൽ ചെയ്തോ, എൻ്റെ ഭാഗ്യം. പിന്നെ നിനക്കതിപ്പം തന്നെ ഇല്ല. ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു, ചാർത്തിക്കോളൂ. കളവൻ സമ്മതം വേണ്ടോ? വേറെ ആളുടെ ശരീരത്തിൽ സമ്മതം കൂടാതെ ചാർത്തിക്കാൻ പറ്റുമോ? കളഭമൊക്കെ അണിഞ്ഞപ്പോൾ ഭഗവാന് തോന്നി ഇവൾക്ക് 3 വളവുണ്ട്, അതൊന്നും അങ്ങോട്ട് തീർക്കുക. അവൻ്റെ ഉള്ളിൽ വളവില്ല, പുറത്തേക്ക് മാത്രമേ വളവുള്ളൂ. അതും കൂടിയാണ് തീർക്കുക എന്ന് പറഞ്ഞ് ചെറുതായിട്ട് താടി പിടിച്ചുയർത്തിയപ്പോൾ അവളുടെ കൂന അങ്ങോട്ട് മാറി. 3 കൂന, ത്രിവക്ര എന്നാണ് പറയുക. സുന്ദരിയായിട്ട് താവൽ ജഗത് സുന്ദരിയും ലോകത്തിൽ വെച്ചിട്ട് മിസ് വേൾഡ് ആക്കിയിട്ട് അവളെ മാറ്റി ഭഗവാൻ. ഇനി അവളോളം സുന്ദരിയായിട്ടൊരാൾ വേറെ ഇല്ല എന്ന മറ്റ കണ്ടോ? ലേശം കുറിക്കൂട്ടേ സമ്മാനിച്ചുള്ളൂ അവൾ. എത്ര വലിയ കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ശരീര സൗന്ദര്യം ഒരു പ്രധാന കാര്യമാണ് അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീകൾക്ക് അത് കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ 3 വളവും വെച്ചിട്ട് അവളെ ഇനി ബുദ്ധിമുട്ടിക്കരുത് എന്ന് വെച്ച് അവൾ ആഗ്രഹിക്കുന്ന നല്ല ശരീരപ്രകൃതി, അതാണ് സ്ത്രീയുടെ ധനം എന്നാണ് പറയുക. കാണാൻ നന്നാവുക, അത് വലിയൊരു സമ്പത്താണ് സ്ത്രീയെ സംബന്ധിച്ച്. അത് അവൾക്ക് കൊടുത്തു. അവൾക്കിപ്പോൾ അതാ വേണ്ടത്, അത് കൊടുത്തു. അങ്ങനെ അവളെയും അനുഗ്രഹിച്ച് ലോകത്തിലുള്ളതായിരിക്കണം സുന്ദരിയാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി. പിന്നീടതാ ധനുർയാഗം നിശ്ചയിച്ച് വില്ല് വെച്ച് പൂജിക്കുന്ന സ്ഥലത്തേക്ക് രാമകൃഷ്ണന്മാർ കടന്നു. വേഗം ആ വില്ലെടുത്താണ്ട് പൊട്ടിച്ചു. കരേണവാമേണ സലീലമുത്രതം സജ്ജഞ്ച കൃത്വ നിമിഷേണ പശ്യതാം. ഒരൊറ്റ നിമിഷം കൊണ്ട് കടേ രാമൻ ത്രയംബകം പൊട്ടിച്ച പോലെയെന്ന്. ശബ്ദം കേട്ടിട്ട് ആ കാവക്കാരൻ അറിയണത് എന്ത് ശബ്ദം എന്താ? അവർ കാക്കാൻ അവിടെ ഇരിക്കുകയാണേ. വില്ല് പൊട്ടിക്കരുത്, ഉപദ്രവിക്കരുത്, ആരും എടുത്ത് കേടുവരുത്തരുത്. പൊട്ടിക്കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഇപ്പം എന്താ ചെയ്യുക? പൊട്ടിക്കഴിഞ്ഞു. ഇത് കംസൻ്റെ മരണമണി മുഴങ്ങലായിരുന്നു എന്നാണ്. വില്ല് പൂജിക്കാൻ വെച്ച വില്ലാണ് പൊട്ടിയില്ലേ. ധനുഷോപത്യമാനസ ശബ്ദ ഖണ്ഡോജസീദിശ. വലിയ ശബ്ദം ആകാശത്തിൽ അങ്ങനെ ഉണ്ടായി. ചില ആൾക്കാരൊക്കെ അത് പറയണ്ട, കംസനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഏതായാലും അറിയും, അത് ഉറപ്പാണ്.
അതുകൊണ്ട് കുറച്ചെങ്കിലും പറയാതിരുന്നാൽ അത്രയും നേരം സ്വൈരമുണ്ടാവും എന്ന് ചില ആൾക്കാർ മിണ്ടിയില്ല. എന്താണ് ഈ ഗോപികളുടെ വിരഹത്തിൽ കൃഷ്ണൻ പറഞ്ഞ ഗോപ്യോ മുകുന്ദ വിഗമേ വിരകാതുരായ. ഏതൊന്നാണ് ഈ കൃഷ്ണൻ അവിടുന്ന് പോന്നപ്പോൾ ഗോപികൾ സങ്കല്പിച്ചത് മധുരയിലത്തെ ആൾക്കാരുടെ ഭാഗ്യം, നമ്മുടെ കഷ്ടകാലം എന്ന്. അത് ഇവിടെ സംഭവിച്ചു. ഗോപ്യോ മുകുന്ദ വിഗമേ വിരകാതുരായ. വിരഹത്തിൽ മധുരയിലത്തെ സ്ത്രീകളുടെ കണ്ണിന് ഭാഗ്യം എന്ന അവരുടെ ചിന്ത സത്യമായി. മധുരയിലത്തെ സ്ത്രീകളുടെ കണ്ണിന് ഇനി കർപ്പൂരമാണ് ഭഗവാൻ എന്ന ചിന്ത ഇവിടെ സത്യമായി. സമ്പശതാം പുരുഷഭൂഷണഗാത്രലക്ഷ്മീം വിത്തേതരന്നു ഭജതശ്ചകമേയനം ശ്രീ. പുരുഷഭൂഷണത്തിൽ വെച്ചിട്ട് ഏറ്റവും അധികം കേമനായിട്ടുള്ള ഭൂഷണഗാത്രലക്ഷ്മി, ആ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ ഈ സ്ത്രീകൾ ആബാധചൂടം അങ്ങനെ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കംസൻ ഒരുപാട് മരണലക്ഷണങ്ങൾ കണ്ടു. രാത്രി സ്വർണ്ണവൃക്ഷങ്ങളെ കാണുക, വൃക്ഷങ്ങളൊക്കെ സ്വർണ്ണമായിട്ട് കാണുക. ചന്ദ്രൻ ആകാശത്ത് നിന്ന് താഴത്തേക്ക് വരുന്നുണ്ട് എന്ന് തോന്നുക. ഒന്നിനെ രണ്ടായിട്ട് കാണുക, ഒരു വസ്തു രണ്ടായി കാണുക. ഇതൊക്കെ മരണലക്ഷണം അത്രേ. ചാണകക്കുഴിയിൽ വീണു എന്ന് കാണുക, പ്രേതങ്ങളെ സ്വപ്നം കാണുക, ചാണകക്കുഴിയിൽ വീണു എന്ന് കാണുക. അങ്ങനെ ദുർലക്ഷണങ്ങളങ്ങനെ ഒരുപാട് കണ്ടു. അങ്ങനെ ആ ചാണൂരനും മുഷ്ടികനും നല്ല യുദ്ധക്കാർ രാജാവിൻ്റെ ഇഷ്ടത്തെ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചാണൂര, മുഷ്ടിക, ഞങ്ങളോട് യുദ്ധത്തിന് വരാൻ പറ്റില്ലേ, തയ്യാറല്ലേ ചോദിച്ചു. ഉടനെ യുദ്ധമാണ് തുടങ്ങി. ആ ചാണൂരനെ ഭഗവാനും മുഷ്ടികനെ ബലരാമനും വധിച്ചു. അതങ്ങനെ കഴിഞ്ഞു. അവിടേക്ക് ഇങ്ങനെ കടക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ചിത്രകനെ വർണ്ണിക്കും. മല്ലാനാം അശനി നൃണാം നരവരത്രീണാത്മരോ മൂർത്തിമാൻ. മല്ലന്മാർക്ക് തോന്നി ഇടിവാളാണ് വരുന്നത് രാമകൃഷ്ണന്മാരെ കണ്ടിട്ട്. സ്ത്രീകൾക്ക് തോന്നി കാമദേവനാണ് ഭഗവാനെ. ഗോപന്മാർക്ക് തോന്നി സ്വജനങ്ങൾ. ഇത്ര നല്ല സുഹൃത്ത് കൃഷ്ണനെ പോലെ വേറെ ആരെയാ കിട്ടുക? ഈ കൃഷ്ണനെയൊക്കെ സുഹൃത്തായിട്ട് കിട്ടുക എത്ര നന്നായിരുന്നു കിട്ടിയാൽ. അസദാൻ ക്ഷിതിഭുജാം ശാസ്ത. ദുഷ്ടരാജാക്കന്മാർക്ക് തോന്നി ശത്രുവായിട്ട് നമ്മളെ ഒതുക്കുവൻ. പല ചീത്ത പദ്ധതികളുണ്ട് അവരുടെ മനസ്സിൽ. അതൊക്കെ ഇവൻ തടയുമോ? പ്രായമുള്ളവർക്ക് തോന്നി ഈശ്വര ഈ രാമകൃഷ്ണന്മാരെയൊക്കെ മക്കളായിട്ട് കിട്ടിയിട്ടുള്ള യശോദയുടെയും നന്ദഗോപരുടെയും ഭാഗ്യം. കംസനോ മൃത്യുർഭോജപതേ. ഇതാ കാലൻ. കൃഷ്ണനെ കണ്ടിട്ടേ കാലനാണെന്ന് തോന്നണച്ചാൽ തോന്നിയതിൽ അത്ഭുതമില്ല. കാരണം കൃഷ്ണനെ കൊണ്ടാണ് തൻ്റെ ജീവൻ പോണത്. അപ്പോൾ ആ തോന്നലിന് നമ്മൾ കുറ്റം പറഞ്ഞില്ല. മൃത്യുർഭോജപതേ. അയ്യോ കാലൻ, ഒരു ഇടിവാൾ ബലത്തിലിങ്ങോട്ട് മിന്നി. തൻ്റെ കാര്യം ദിവസം സമയം എണ്ണപ്പെട്ടിരിക്കണം. ദിവസമൊന്നുമില്ല, തൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. കൃഷ്ണീനാം പരദേവതേതി വിദിതോ. കൃഷ്ണികൾക്ക് അവരുടെ സർവകാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന പരദേവതയായിട്ട് തോന്നിപ്പിച്ചുകൊണ്ട് രംഗംഗതസ്സഗ്രജ. അഗ്രജനായിരിക്കുന്ന ബലരാമനോട് കൂടിയിട്ട് മല്ലരംഗത്തേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണരാമന്മാരുടെ രംഗപ്രവേശം വർണ്ണിക്കുക. അതിന് മുഷ്ടികനെ വധിച്ചു, ചാണൂരിനെ വധിച്ചു. വളരെ വേഗം കംസൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചാട്ടം. ഏതുപോലെ ഗരുഡൻ മഞ്ചമഞ്ചൻ ഉദഞ്ചൻ. ആ ഗരുഡൻ പാമ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലെ കുറച്ച് ഉയർന്ന ഒരു സ്ഥലത്താണല്ലോ രാജാക്കന്മാരിരിക്കുക. പീഠം പോലെ കുറച്ച് സ്റ്റേജ് പോലെ കെട്ടി ആ മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് ചാടി അങ്ങോട്ട് കയറി അമ്മാവനായിരിക്കുന്ന കംസനെ വലിച്ച് താഴത്തേക്ക് ഇട്ടു. അതിൻ്റെ മുകളിലൊന്ന് ഭഗവാൻ കയറിയതേ ഉള്ളൂ. അടിക്കലും ഉണ്ടായിട്ടില്ല, അതിൻ്റെ ആവശ്യം വന്നില്ല. ഭഗവാൻ മാറത്തിങ്ങോട്ട് വീണാൽ ഈ ലോകം മുഴുവൻ ഉണ്ട് ഭഗവാന്റെ ഉള്ളിൽ. പിന്നെ ആൾ ബാക്കി ഉണ്ടാവുമോ? ബെൻസ് ലോറി വന്ന് മേല് വീണാൽ എന്നാലും കൂടി രക്ഷപ്പെട്ടു എന്ന് വരാം. പക്ഷേ ഇത് അങ്ങനത്തെ സാധനം അല്ലല്ലോ. ഭഗവാൻ മേലിങ്ങോട്ട് വീണതോടുകൂടി അതോടുകൂടി ഇതാ കംസൻ്റെ പ്രാണൻ പോയി. പക്ഷെ ഒരു ഗുണം കിട്ടി. എന്താ? ദദർശചക്രായുധമഗ്രതോ തദേവ രൂപം ദുരവാപമാപ. ഭഗവാനെ തന്നെ കണ്ടിട്ട് അങ്ങോട്ട് പ്രാണൻ പോവുക. ഈ ഒരു ഭാഗ്യം ഏത് യോഗികൾക്കും മഹർഷിമാർക്കും ആ ലോകത്തിൽ കിട്ടുക. ഈശ്വരനെ കണ്ടിട്ട് അങ്ങോട്ട് മരിക്കുക എന്നുള്ളത് പറയാൻ എളുപ്പമാണ്. ആർക്കെങ്കിലും തരാവുണ്ടോ അത്? ഒരു ഭീഷ്മർക്കോ അല്ലെങ്കിൽ അത്യധികം ശരഭംഗ മഹർഷിക്ക് സാധിച്ചു ഇല്ലേ? രാമായണത്തിൽ ശബരിക്ക് സാധിച്ചു. അങ്ങനെ ചില പുണ്യാത്മാക്കൾ കരലിമ്പിലുണ്ടാവുന്നവർക്കല്ലാണ്ട് അത് കംസൻ ദുഷ്ടനാണെങ്കിലും ആ ഒരു ഭാഗ്യം കൃഷ്ണനെ കണ്ട് ദുരവാപമാപ സാധിക്കാൻ പ്രയാസമുള്ള ഈശ്വര ദർശനത്തോടു കൂടിയിട്ട് ആ പ്രാണനാണ് പോവുകയാണ്. അതോടുകൂടി കംസൻ വധിക്കപ്പെട്ടു, വിധവകളായി തീർന്നു. അസ്ഥി പ്രാപ്തി എന്നീ രണ്ട് പത്നിമാർ
ഈ മധുര വിധവയായി ഞങ്ങളും വിധവയായി ഞങ്ങളെ വിട്ടു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ച് ചില വിലാപം ഒക്കെ ചെയ്തു, കംസപത്നിമാരുടെ വിലാപം. അതിനുശേഷം ഭഗവാന്റെ വിദ്യാഭ്യാസം സാന്ദീപനിൽ അവിടെ അതിനെപ്പറ്റി പറയുകയാണ്. അത് മറ്റൊരു ഭാഗത്താവാം. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.